എല്ലാവരും തങ്ങളുടെ കണ്ണുകളെ അടയ്ക്കാം. ഒറ്റ നിമിഷം പ്രാർത്ഥിക്കാം. ആയിരിക്കുന്നിടത്ത് അവരുടെ ഹൃദയങ്ങളിലേക്ക് തങ്ങളുടെ കണ്ണുകളെ ഒന്ന് വായിക്കാം. സ്വർഗീയ ദൈവം ഒരു പുത്തൻ പ്രഭാതം നമുക്ക് തന്നു. സത്യത്തിലും ആത്മാവിലും അർത്ഥവത്തായി ദൈവത്തെ ആരാധിപ്പാൻ ഒരിടവും ഒരു സാഹചര്യവും ഒരുക്കി തന്ന സ്വർഗത്തിലെ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ഈ പ്രഭാതത്തെ നന്മയെ അനുഗ്രഹിക്കണമേ. കുടിയുവാൻ ഞങ്ങളെ സഹായിച്ചല്ലോ. തുടർന്നുള്ള നിമിഷങ്ങൾ ഞങ്ങളോട് നീ ഇടപെടണമേ. യേശു തമ്പുരാൻ്റെ തനിമണ നാമത്തിൽ തന്നെ. ദൈവത്തിൻ്റെ മഹത്വം. അപ്രതീക്ഷിതമായി ഒരു പ്രാവശ്യം കൂടെ ഇടവകയിലേക്ക് വരുവാൻ സഹായിച്ചു. പ്രത്യേകിച്ചും ഇന്നത്തെ ദിവസം സന്നദ്ധ സുവിശേഷക സംഘ ദിനമാണ്. അതിൻ്റെ ഡെപ്യൂട്ടേഷൻ അല്ല, എന്തായാലും ആ ഡെപ്യൂട്ടേഷൻ പോലെ തന്നെ ഇന്ന് ഈ ദേവാലയത്തിൽ പങ്കാളിത്തം വഹിക്കാൻ ദൈവം തമ്പുരാൻ സഹായിച്ചു. അതിന് അനുവദിച്ചെന്ന ബഹുമാനപ്പെട്ട അഗ്രിഗീസ് തോമസ് അച്ഛനുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. കൂടുതൽ സമയം ദൈവവചന ശുശ്രൂഷയ്ക്ക് നമുക്കില്ല. എനിക്ക് തുടങ്ങിയാൽ പിന്നെ നിർത്താനൊരു ചെറിയ താമസമാണ്. അതുകൊണ്ട് ക്ലോക്കിലെ സമയം ചിലപ്പോൾ കാണാൻ സാധ്യതയില്ല. സമയം കൂടിയാൽ നിങ്ങളൊന്ന് കൈപൊക്കി കാണിച്ചാൽ മതി, ആ സ്പോട്ടിൽ നിർത്തും എന്ന് ആഗ്രഹിക്കുന്നു. സന്നദ്ധ സുവിശേഷ സംഘ വാരമായി നാം ആചരിക്കുന്ന ഈ നാളിൽ നമ്മളിന്ന് വായിച്ച് കേട്ട വേദഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 25 മുതൽ 37 വരെയുള്ള വാക്യങ്ങളാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 10:25 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. ആമുഖമായി ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവവചനത്തിൻ്റെ ആ സന്തോഷത്തിലേക്കും സത്യത്തിലേക്കും നമുക്ക് പ്രവേശിക്കാം. ഇവിടെ നാം സ്ഥിരം വായിച്ച് കേൾക്കുന്ന ഒരു വേദഭാഗം. ആരാണ് ഇവിടുത്തെ കഥാകൃത്ത്? ന്യായശാസ്ത്രി യേശുവിനോട് വന്ന് ചോദിക്കുന്ന ചോദ്യമാണ് ഏറ്റവും പ്രസക്തം. അവിടെ പറയുന്നു, അനന്തരം ഒരു ന്യായശാസ്ത്രി എഴുന്നേറ്റ്, ഗുരു, ഞാൻ നിത്യജീവന് അവകാശിയായി തീരുവാൻ എന്ത് ചെയ്യണം എന്നവനെ പരീക്ഷിച്ച് ചോദിച്ചു. നമുക്ക് നമ്മുടെ ഹൃദയത്തിലേക്കൊന്ന് തിരിഞ്ഞ് ചോദിക്കാം. ഒരു ന്യായശാസ്ത്രി കർത്താവിൻ്റെ മുമ്പിൽ വന്നിട്ട് കർത്താവിനോട് ചോദിക്കുകയാണ്, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് വേണം, ഞാൻ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, എല്ലാ തത്വസംഹിതകളും പ്രത്യേകിച്ചും ന്യായപ്രമാണം മുഴുവൻ പൂർണ്ണമായും മനസ്സിലാക്കി ഉൾക്കൊണ്ട ഒരു മനുഷ്യൻ യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് യേശുവിനെ പരീക്ഷിച്ചിട്ട് യേശുവിനോട് ചോദിക്കുന്നു, ഞാൻ എങ്ങനെയാ രാജ്യത്തിലേക്ക് പോകും, നിത്യതയിലേക്ക് എനിക്ക് പോകാൻ എന്താ വഴി? ഇതാ മനുഷ്യൻ ചോദിക്കാനൊരു കാരണമുണ്ട്. യേശു കർത്താവ് എത്ര വർഷം ലോകത്ത് ജീവിച്ചേ? എത്ര വർഷം? 33 നേരം പറയില്ലല്ലോ. 3.5 വർഷക്കാലം യേശു തമ്പുരാൻ ലോകത്തിൽ ജീവിച്ചു. യേശു കർത്താവ് ലോകത്തിൽ വന്നത് ന്യായപ്രമാണം സ്ഥാപിക്കുവാനായിട്ടാണ്. ന്യായപ്രമാണം സ്ഥാപിക്കാൻ ക്രിസ്തു ലോകത്തിൽ വന്ന് 3.5 വർഷക്കാലം ജീവിച്ചപ്പോൾ കർത്താവായ യേശു ക്രിസ്തു കുറച്ച് സംഭവങ്ങൾ പറഞ്ഞു. അതിലെ ആദ്യത്തെ സംഭവമാണ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം തുടങ്ങുന്നത്. കർത്താവിൻ്റെ പർവ്വത പ്രസംഗമാണ് യേശു തമ്പുരാൻ ആദ്യം ആരംഭിക്കുന്നത്. പർവ്വത പ്രസംഗത്തിൽ ചില കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഒന്ന്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം. അത് ഈ മനുഷ്യന് മനസ്സിലായില്ല. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, അങ്ങനെയാണെങ്കിൽ ഈ ന്യായപ്രമാണം മുഴുവനും പറയുകയും മനസ്സിലാക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന എനിക്ക് സ്വർഗരാജ്യമില്ല. ഈ ആത്മാവിൽ ദരിദ്രരായത് എന്താണ്? അത് ഇന്ന് എന്താണെന്ന് ചോദിക്കരുത്, വിശദീകരിക്കാൻ സമയമില്ല. രണ്ടാമത് പറഞ്ഞു, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ഈ മനുഷ്യന് ദുഃഖമില്ല. അതുകൊണ്ട് എന്ത് വേണ്ട? ആശ്വാസം വേണ്ട. അടുത്ത വാക്യം പറയുന്നത്, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, ഭൂമിയെ. അദ്ദേഹത്തിന് എൻ്റെ അർത്ഥം മനസ്സിലായില്ല. അടുത്ത് പറഞ്ഞു, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് അദ്ദേഹത്തിൻ്റെ കരങ്ങളിൽ അനീതി ഉണ്ടായിരുന്നു. ഒടുവിലേക്ക് വായിച്ചു വരുമ്പോൾ അവിടെ പറയുന്നു, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ഇനി കൂടുതൽ ആ ഭാഗത്തെക്കുറിച്ച് പോകുന്നില്ല. ഇത്രയും വായിച്ചു കഴിഞ്ഞപ്പോൾ, ഇത്രയും ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം മനസ്സിൽ തോന്നി, എന്താണ് ഈ ദൈവരാജ്യം? എന്താണ് ഈ നിത്യജീവിതം? എന്താണ് ഇറ്റേണലി ലൈഫ് എന്ന് പറയുന്നത്? എന്താണ്? അങ്ങനെയാണെങ്കിൽ ഈ വിസ്താരമായിരിക്കുന്ന, ഈ അനുഗ്രഹീതമായി സംസാരിക്കുന്ന മനുഷ്യരോട് ചോദിക്കാം, എന്ത് നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? ദൈവമക്കളെ,
ഒത്തിരി ദീർഘിപ്പിക്കാത്തൊരു കാര്യം പറയാം. എല്ലാ ദിവസവും നമ്മളോട് നാം ചോദിക്കേണ്ട ഒരു കാര്യമാണ്, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് വേണം? കഴിഞ്ഞ മാസത്തിൻ്റെ 8-ാം തീയതി കഴിഞ്ഞ മാസം 8-ാം തീയതി ആത്മഹത്യക്ക് കൊലക്കയറെടുത്ത ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ എൻ്റെ മുമ്പിൽ വന്നു. അവനെ ക്ലാസ്സിൽ ഞങ്ങൾ പങ്കെടുത്തു. 10 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു. സന്തോഷത്തോടെ പോയി. ഇന്നലെയും അവൻ എനിക്ക് മെസ്സേജ് അയച്ചു. സന്തോഷത്തോടെ പോയി. അവൻ്റെ ഉള്ളിലൊരു ചിന്തയാണ്, എനിക്ക് ജീവിക്കാൻ കഴിയുമോ? എനിക്ക് സമാധാനമായി ജീവിക്കാൻ കഴിയുമോ? എനിക്ക് ഇനി മുൻപോട്ട് ജീവിച്ചാൽ എനിക്കൊരു നല്ല ജീവിതമുണ്ടാകുമോ? ഞാൻ പറഞ്ഞു, നീ ഈ ലോകത്ത് മാത്രമല്ല, നീ വരുവാനിരിക്കുന്ന ദൈവരാജ്യത്തിലും ജീവിക്കും. അതിന് വേണ്ട വഴികൾ അവൻ ഉപദേശിച്ചു കൊടുത്തു. ഒരു ക്രിസ്തേതരനായ ചെറുപ്പക്കാരനാണ്. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ, ചോദ്യം നമ്മുടെ മനസ്സിൽ, അവൻ്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എനിക്ക് ജീവിക്കാൻ കഴിയുമോ? സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുമോ? ദൈവരാജ്യത്തിൽ ദൈവിക സന്തോഷത്തിൽ ജീവിക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യം അവൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. ഇന്ന് ഈ ദേവാലയ അങ്കണത്തിൽ ദൈവത്തെ ആരാധിക്കാൻ കൂടി വന്ന പ്രിയ ദൈവജനമേ, നമ്മളോട് ചോദിക്കണം, ഇന്ന് ദൈവം തമ്പുരാൻ എൻ്റെ ആത്മാവിനെ എന്നോട് ചോദിച്ചാൽ ചോദിക്കുമോ? ഇന്ന് ചോദിക്കുമോ? ആർക്കും മറുപടിയില്ല. കാരണം എനിക്ക് കുറച്ച് നാളോടെ ജീവിക്കണം എന്നുള്ള പ്രത്യാശ നമ്മുടെ മുമ്പിലല്ലേ? തെറ്റിപ്പോയി. ഈ സ്പോട്ടിൽ ദൈവം നമ്മളെ വിളിക്കാം. ഇപ്പോൾ എന്നെ വിളിച്ചാൽ എൻ്റെ ആത്മാവിന് ഒരു നിത്യജീവൻ ലഭിക്കുമോ? ന്യായശാസ്ത്രി ആരോടാ ചോദിക്കുന്നേ? ഈ നിത്യജീവന്റെ ഉടമയോടാ ചോദിക്കുന്നേ. ഈ നിത്യജീവൻ പ്രദാനം ചെയ്യുവാൻ ലോകത്തിലേക്ക് വന്ന ക്രിസ്തുവിനോടാണ് ന്യായശാസ്ത്രി ചോദിക്കുന്നു, എനിക്ക് നിത്യജീവൻ ലഭിക്കുമോ? കാരണം ന്യായപ്രമാണം മുഴുവനും മനസ്സിലാക്കി അത് ചിന്തിച്ച് അതിനനുസരിച്ച് മുൻപോട്ട് പോകുന്നവനാണ് ഞാൻ. ആയതുകൊണ്ട് എനിക്ക് നിത്യജീവൻ ലഭിക്കുമോ? അവിടെ കർത്താവ് അവനോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഞാൻ നിത്യജീവൻ അവകാശിയാകുവാൻ എന്ത് ചെയ്യണമെന്ന് അവനെ പരീക്ഷ ചോദിച്ചു. അവനോട് ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, എന്നിട്ട് നീ, അടുത്ത വാക്യം വളരെ പ്രസക്തം, നീ എങ്ങനെ വായിക്കുന്നു എന്ന് ചോദിച്ചു. എന്താ? വേദപുസ്തകം. ന്യായപ്രമാണം വേദപുസ്തകം. ഇന്ന് യെരൂശലേം ദേവാലയത്തിൽ ആയിരിക്കുന്ന ഞാനും നിങ്ങളും, നമ്മളെല്ലാവരും ദൈവം തമ്പുരാൻ എന്ന് ഇവിടെ ചോദിക്കുന്നു, വേദപുസ്തകം അറിയാമോ? അറിയാം. 10 കൽപ്പന അറിയാമോ? അറിയാം. 10ഉം അറിയാം. അത് എങ്ങനെ വായിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ദൈവം നമുക്കറിയാം അല്ലേ? 1-ാമത്തെ സങ്കീർത്തനം ചോദിച്ചാൽ ശിശുവകുപ്പിലെ കുഞ്ഞുങ്ങൾ വരും, നമ്മൾ ഉൾപ്പെടെ കാണാതെ പറയും, ഞങ്ങളെ പഠിപ്പിക്കുന്നൊരു സങ്കീർത്തനം. എന്താ? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസ്യരുടെ ഇരിപ്പിടത്തിലിരിക്കാതെ, യഹോവയുടെ രാപ്പകൽ ധ്യാനിച്ച് അവൻ ഭാഗ്യവാൻ. അത് വായിക്കും നമ്മളല്ലേ? പക്ഷേ പ്രവർത്തിക്കാൻ കഴിയില്ല. അത് ജീവിതത്തിൻ്റെ പ്രാവർത്തിക തലത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. പല ആലോചനകളിലും നാം നിലനിൽക്കും, പല ചിന്തകളിലേക്ക് നാം പോകും. ദൈവം തമ്പുരാൻ പറഞ്ഞിരിക്കുന്നതായ ആലോചനയ്ക്കനുസരിച്ച് ജീവിക്കാൻ നമുക്ക് പ്രയാസമാണ്. അതുകൊണ്ടാണ് കർത്താവ് അവനോട് എടുത്തു ചോദിച്ചു, ന്യായപ്രമാണം നിനക്കറിയാമല്ലേ? നീ ഏത് രീതിയിൽ അത് വായിക്കുന്നു, ഏത് അർത്ഥത്തിൽ അത് വായിക്കുന്നു എന്നവനോട് ചോദിച്ചു. ദൈവത്തെ നീ എങ്ങനെ കാണുന്നു എന്നാണ് അവൻ്റെ അർത്ഥം. ദൈവത്തെ എങ്ങനെ കാണുന്നേ? നിത്യചൈതന്യ യതി, അത് 1-2 പ്രാവശ്യം ഇവിടെ പറഞ്ഞു. ഒരു വര വരച്ചിട്ട് അതിനടിയിൽ കുറെ മനുഷ്യരെ വരച്ചിട്ട് തൻ്റെ മുമ്പിൽ കൂടി നിന്നവരോട് പറഞ്ഞു, ഈ വര ദൈവമാണ്. ഈ കൂടി നിൽക്കുന്നവരൊക്കെ നിങ്ങളിൽ ഓരോരുത്തരാണ്. ഓരോ പാർട്ടായിട്ട് അവരെ തിരിച്ചിട്ട് അവരോട് പറഞ്ഞു, ഈ ഇങ്ങേറ്റത്തുള്ളവന് ഇത് ദൈവമാണ്. അവൻ പട്ടിണി കിടന്നപ്പോൾ അവന് ഭക്ഷണം കൊടുത്തവനാണ് ഈ ദൈവം. ഇപ്പുറത്ത് നിൽക്കുന്നവൻ ദൈവമാണ്. ഇന്ന് രാവിലെ ഈ പള്ളിയുടെ മുറ്റത്ത് നിന്ന് 2 അനുഭവ സാക്ഷ്യം ഞാൻ കേട്ടു. ഒന്ന് പ്രിയപ്പെട്ട സാവിച്ചാൻ്റെ, ഒന്ന് ഭാവിച്ചാൻ്റെ. രണ്ടും ഞാൻ കേട്ടു. രണ്ടും അനുഗ്രഹീതമായ ദൈവിക കൃപയാണ്. ആ നിൽക്കുന്നൊരു വിഭാഗക്കാർ പറഞ്ഞു, എൻ്റെ രോഗത്തിന് സൗഖ്യം തന്നതാണ് ഈ ദൈവം, അതെൻ്റെ ദൈവമാണ്. മറ്റൊരു ഭാഗത്തുനിന്ന് പറഞ്ഞു, ഞാൻ എൻ്റെ ദാരിദ്ര്യത്തിൻ്റെ അടിയിലേക്ക് കൂപ്പുകുത്തിയവനാണ്, എന്നെ എൻ്റെ ദാരിദ്ര്യത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഉയർത്തിയ ദൈവം ഇതാണ്. അപ്പൊ ആരാ ദൈവം? എന്താണ് ദൈവം? നീ ദൈവത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് അർത്ഥം. നമ്മൾ ദൈവത്തെ എങ്ങനെ കാണുന്നു? എനിക്കിന്ന് അല്പം സമ്പത്ത് തന്നാൽ അതാരാ? ദൈവമാണ്. എനിക്കൊരു വലിയ വീട് തന്നാൽ അത് വലിയ ദൈവമാണ്. പ്രിയരെ, ഇതെല്ലാം നമുക്ക് ലോകത്തിലുണ്ട്. ലൗകിക സുഖങ്ങളും ലൗകിക സന്തോഷങ്ങളും ലോകത്തിലുണ്ട്. ദൈവത്തിൻ്റെ ദാനമെന്നെല്ലാം നമുക്ക് പറയാൻ കഴിയില്ല. താൽക്കാലികമായി ലോകത്തിൽ അനുഭവിക്കാൻ വേണ്ടി മാത്രം നമുക്ക് തരുന്ന ഒരു ദൈവിക ദാനം മാത്രമാണ്. എന്നിട്ട് അവനോട് പറഞ്ഞു, നിത്യജീവൻ ആകണമെങ്കിൽ നമ്മൾ ദൈവത്തെ എന്താകണം? കാണേണ്ടതുപോലെ ദൈവത്തെ കാണണം. നിത്യജീവന് ഞാൻ അവകാശിയാകണമെങ്കിൽ ഞാൻ ദൈവത്തെ കാണേണ്ടതുപോലെ ഞാൻ ദൈവത്തെ കാണണം. എവിടെ കാണണം? ചോദിക്കണം, നിത്യജീവന് ഞാൻ യോഗ്യനാണോ? ഓരോ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ പറയണം, കർത്താവേ, എൻ്റെ ജീവനെ ഇന്ന് നീ എന്നോട് ചോദിച്ചാൽ
ഞാൻ നിത്യതയിൽ പ്രവേശിക്കുമോ? ഇതാ ഒരു വേദപണ്ഡിതനാണ് കർത്താവിനോട് ചോദിക്കുന്നത്. നമ്മൾ വേദപരമായി വലിയ പാണ്ഡിത്യം നമുക്കില്ല, ബലഹീനരാണ്. ദൈവത്തോട് ചോദിക്കണം, കർത്താവേ, നിത്യജീവന് എനിക്കെന്ത് യോഗ്യത? സന്നദ്ധ സുവിശേഷക സംഘം ആണ് ഇന്ന്. സന്നദ്ധ സുവിശേഷ സംഘ ദിനമാണിത്. ആരാ സന്നദ്ധ സുവിശേഷ സംഘം? സന്നദ്ധരായ സുവിശേഷകരുടെ സംഘം. അതാണ് സന്നദ്ധ സുവിശേഷ സംഘം. ആരാ? ഇവിടെ നിന്ന് സുവിശേഷകയിലേക്ക് പോയി തോമസ് കുട്ടിയോ ജോൺ ജോസഫോ, ചില അച്ഛന്മാർ ഇവിടുന്ന് പോയി, 2-3 അച്ഛന്മാർ ഇവിടുന്ന് പട്ടം കിട്ടിപ്പോയി, അവരോ അല്ല. അവർ മാത്രമല്ല, പിന്നെ ആരൊക്കെയാ? ഈ ദേവാലയങ്കണത്തിൽ കർത്താവേ എന്ന് ക്രൂശിനെ നോക്കി പുത്രത്തിന്റെ അവകാശത്തിലൂടെ പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിയും ആരാ? സന്നദ്ധരായ സുവിശേഷകരാണ്, സന്നദ്ധരായ സുവിശേഷ സംഘത്തിന്റെ അംഗങ്ങളാണ്. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവിടെ കർത്താവ് അവനോട് പറഞ്ഞു, നീ എന്ത് ചെയ്യണം? നീ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നതൊക്കെ നീ ചെയ്യണം. വളരെ പെട്ടെന്ന് പോകാം. എന്നിട്ട് പറഞ്ഞു, അവിടെ പറഞ്ഞു, നീ എന്ത് കാണുന്നു? അവൻ പറഞ്ഞു, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടുകൂടെ ക്രിസ്തുവിനെ സ്നേഹിക്കണം എന്നും കൂട്ടുകാരനെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്ന് ഉത്തരം പറഞ്ഞു. അത് കർത്താവ് പറഞ്ഞു, അത് ശരിയാ നീ പറയുന്നേ, പക്ഷേ നീ എന്ത് ചെയ്തില്ല? നീ പ്രവർത്തിച്ചില്ല. നീ പറഞ്ഞത് ശരിയാണ്, അതാണ് വേദപുസ്തകം. അതാണ് ഞാൻ 1-ാമത്തെ സങ്കീർത്തനം എടുത്ത് പറഞ്ഞത്. പറഞ്ഞത് ശരിയാണ്, പക്ഷേ എന്ത് ചെയ്തില്ല? ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയില്ല. അപ്പൊ അവൻ തിരിച്ചു ചോദിച്ചു, ആരാണ് കൂട്ടുകാരൻ? അതുകൊണ്ടാണ് പറഞ്ഞത്, അവൻ പ്രാവർത്തികമാക്കിയില്ല. അവൻ അറിയാൻ കാര്യങ്ങൾ, ന്യായശാസ്ത്രിക്ക് അറിയാൻ കാര്യങ്ങൾ. തിരിച്ചു ചോദിച്ചു, ആരാണ് നല്ല കൂട്ടുകാരൻ? യേശുദമ്പരൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. നല്ല ശമരിയക്കാരന്റെ ഉപമ നമുക്ക് ആർക്കും വിവരിച്ചു തരേണ്ട ആവശ്യമില്ല. തെരുവിൽ കിടന്ന അർത്ഥപ്രാണനായി കിടക്കുന്ന ഒരു മനുഷ്യനെ തന്റെ വാഹനത്തിലേക്ക് കയറ്റി വേണ്ട ശുശ്രൂഷകൾ നടത്തി വഴിയമ്പലത്തിൽ കൊണ്ടാക്കി തുടർ ചികിത്സയ്ക്ക് വേണ്ട ആവശ്യമായ എല്ലാ പരിപോഷണങ്ങളും നൽകിയ ഒരു നല്ല മനുഷ്യൻ. ഈ അർത്ഥപ്രാണനായി കിടന്ന മനുഷ്യൻ ശമരിയക്കാരന്റെ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങി വന്ന പരിചയക്കാരനല്ല. ഈ അർത്ഥപ്രാണനായ മനുഷ്യന് രാവിലെ 100 രൂപ കൊടുത്തിട്ട് നീ ചന്തയ്ക്ക് പൊയ്ക്കോ എന്ന് പറഞ്ഞ് അയച്ച മനുഷ്യനല്ല. ഈ അർത്ഥപ്രാണനായ മനുഷ്യൻ ഈ ശമരിയക്കാരന്റെ ബന്ധുവീട്ടിലോ അല്ലെങ്കിൽ ബന്ധുഭവനങ്ങളിലോ ഉള്ള മനുഷ്യനല്ല. യാതൊരു രക്തബന്ധവും കാണില്ല. അവനാണ് ആര്? നിന്റെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞു. ആ കിടക്കുന്നവരാ നമ്മുടെ കൂട്ടുകാരൻ. പ്രിയമുള്ളവരെ, ഈ കൂട്ടത്തിലിരിക്കുന്ന എത്ര പേർക്ക് തമ്മിൽ സ്നേഹവും തമ്മിൽ ബന്ധവും തമ്മിൽ കരുതലുമുണ്ട്? നമുക്ക് സ്നേഹമുണ്ടോ? നമുക്ക് കരുതലുണ്ടോ? നമുക്ക് ദൈവത്തിൽ ഒരു പ്രത്യാശയുണ്ടോ? എൻ്റെ സ്നേഹിതരെ സ്നേഹിക്കണമെന്നല്ല, എന്നിൽ യാതൊരു ബന്ധവുമില്ലാത്തവരെ സ്നേഹിക്കുവാനുള്ള ഒരു ആത്മാർത്ഥത നമുക്കുണ്ടോ? സ്നേഹം ദൈവത്തിൻ്റെ ദാനമാണ്. ഇങ്ങനെ ചെയ്യുന്നവരാണ് സ്വർഗത്തിലേക്ക് പോകുന്നത്. കർത്താവ് പറഞ്ഞു, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ആര് ചെയ്യുന്നുവോ അവരാണ് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. 2 സ്നേഹം: 1 ദൈവത്തെ സ്നേഹിക്കുക, 2 എൻ്റെ അവരനെ സ്നേഹിക്കുക. ആരാണ് എൻ്റെ കൂട്ടുകാരൻ? ആവശ്യകതയിൽ ആരിയ്ക്കുന്നുവോ അവരുടെ മനസ്സറിഞ്ഞ് അവരോട് ഇടപെടുന്നവരാണ് യഥാർത്ഥ കൂട്ടുകാരൻ. കർത്താവ് അത് ചെയ്തെങ്കിൽ ആ പ്രവൃത്തിയിൽ അനുഗമിക്കുവാൻ നമ്മളും ബാധ്യസ്ഥരാണ്. അങ്ങനെയെങ്കിൽ സന്നദ്ധ സുവിശേഷ സംഘദിനത്തിൽ സംഘവാര ദിനങ്ങളിൽ ആയിരിക്കുന്ന പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും സുവിശേഷകരാണ്, കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരാണ്. നമ്മളെല്ലാവരും എത്തേണ്ട ഒരിടമുണ്ട്. അത് ന്യായശാസ്ത്രി നമുക്ക് മുന്നമേ കർത്താവിനോട് ചോദിച്ചു. കർത്താവ് പറഞ്ഞു, നീ ദൈവത്തെ സ്നേഹിക്കുക, നീ മറ്റുള്ളവരെ സ്നേഹിക്കുക, ദൈവത്തിന് ഇഷ്ടം പ്രവർത്തിക്കുക, ചെയ്യുക. നിന്നിലേക്ക് തിരിഞ്ഞു നോക്കുക, എന്താണ് നീ എന്ന്, ദൈവരാജ്യത്തിലേക്ക് പോകുവാൻ യോഗ്യനാണോ എന്ന് അവരവരെ അനുദിനം പരിശോധിക്കുക. അത് നമ്മെ നിത്യതയുടെ സന്തോഷത്തിലേക്ക് എത്തുവാൻ ഇടയാകും. സ്വർഗത്തിലെ ദൈവം അതിന് നമ്മെല്ലാവരെയും യോഗ്യരാക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ